കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന സാംസ്കാരിക വകുപ്പും സംയുക്തമായി വജ്രജൂബിലി പ്രമാണിച്ച് കലാകാരന്മാർ മുഖേന കലാപരിശീലനം ആരംഭിക്കുന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന സാംസ്കാരിക വകുപ്പും സംയുക്തമായി വജ്രജൂബിലി പ്രമാണിച്ച് കലാകാരന്മാർ മുഖേന നാടകം, മാപ്പിളക്കോൽക്കളി, ചിത്രരചന, വയലിൻ എന്നിവയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ചു. അതിനായി 2025-26 വാർഷിക പദ്ധതിയിൽ 8 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 10 പഞ്ചായത്തുകളിൽ നിന്നും പ്രായഭേദമന്യേ ഏവർക്കും പരിശീലന ക്ലാസുകളിൽ ചേരുവാൻ സാധിക്കും. ബ്ലോക്ക് പരിധിയിലെ 4 കേന്ദ്രങ്ങളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഇതിനായി ഗൂഗിൾ ഫോം വഴി മെയ് 15 വരെ അപേക്ഷിക്കാം. ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച വജ്രജൂബിലിയിൽ കലാകാരന്മാർ, സ്കൂൾ അധ്യാപക പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, CDS പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിൽ പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 10 പഞ്ചായത്തുകളിലെയും കുട്ടികളെ അടക്കം പ്രായപരിധിയില്ലാതെ കലകൾ, വിവിധ തരത്തിലുള്ള കലകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആ പദ്ധതി നടത്തിയിരുന്നു എങ്കിൽ പോലും ഈ സാമ്പത്തിക വർഷം നമുക്കത് വിപുലമായി കൊണ്ടുപോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 10 പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ച് സ്കൂളുകളുടെ പിന്തുണയോടുകൂടി വേണം ഈ പരിപാടി നടപ്പിലാക്കാൻ. കുടുംബശ്രീ അംഗങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടായാൽ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്രയേറെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഗുണഫലം പൊതുസമൂഹത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതുകൊണ്ടാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐ, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ, ആനിസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, BDO അമിത CO, കോർഡിനേറ്റർ ഷമീർ KB, ജനറൽ സെക്രട്ടറി എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് KR, ആൽബി ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതാ ഷാജി, കുമാരി TK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.